Today we can discuss about definitions, branches and history of microbiology. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മൈക്രോബയോളജി, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ബ്രാഞ്ചസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഹിസ്റ്ററി എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഇത് യൂണിവേഴ്സിറ്റി പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്, റെഗുലർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വല്ലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി. പക്ഷെ ഇതിനേക്കാളും അടുത്ത ഒരു ടോപ്പിക്, ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, this microbiology term is originated from three different terms: micro, bio and logi. Micro means small, bio means life, and logi means in discuss or study. So in short, we can define microbiology as a specialized branch of biology concerned with organisms which are invisible to naked eye. Usually the object which is less than 1 millimeter is known as invisible to naked eye. അപ്പൊ അതിനേക്കാളും ചെറിയ ഓർഗാനിസംസുകൾ എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീനെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. And in order to study this type of microorganism, we require some kind of magnification tools, which is known as microscope. Any kind of magnification tool, എന്തെങ്കിലും രീതിയിലുള്ള സൈസ് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്ട്സുകളെ യൂസ് ചെയ്തിട്ട് മൈക്രോ ആയിട്ടുള്ള ലെവലിൽ ലെസ് ദാൻ 1 millimeter സൈസിലുള്ള ഒബ്ജക്ട്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിനെയാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇൻ അനദർ വേർഡ്, ദിസ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി that deals with microorganism and their effect on other living organisms. മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്, എന്താണ് ഈ മൈക്രോ ഓർഗാനിസത്തിന് ബാക്കിയുള്ള ഓർഗാനിസത്തിലുള്ള എഫക്റ്റ് എന്നുള്ളതും കൂടി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. The term microbiology is coined by an scientist Louis Pasteur. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളായിരിക്കും ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ബ്രാഞ്ചസ്. മൈക്രോബയോളജിനെ നമുക്ക് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക: ബേസിക് മൈക്രോബയോളജി ആൻഡ് അപ്ലൈഡ് മൈക്രോബയോളജി. ബേസിക് മൈക്രോബയോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു മൈക്രോബയോളജി അതിന്റെ ബേസിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബേസിക് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ സ്റ്റഡി ഓഫ് ബാക്ടീരിയ വിച്ച് ഇസ് നോൺ ആസ് ബാക്ടീരിയോളജി, for study of algae which is known as phycology, for study of fungi, branch of microbiology which deals with the fungi is known as mycology, virus, virology, parasites, parasitology and protozoology. These are the different basic microbiology. ഏതാണോ ഓർഗാനിസം സ്റ്റഡി ചെയ്യുന്നത് അതിനനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് based on the organism under the study. And second one is applied microbiology. If we are using or if we are applying the microbiology for special purposes, like in case of medical microbiology, we will use the microbiology in order to identify, prevent and treat different infections caused by microorganisms. Medicinal purposes ന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് medicinal microbiology എന്ന് പറയുന്നത്. Second one is pharmaceutical and industrial. If we are using the microorganism for the purpose of producing some antibiotics or steroids or any drugs which is used for the treatment for manufacturing purpose. First നമ്മൾ ഒരു ഡ്രഗ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നമ്മളൊരു റെജിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ് ആയിരിക്കും. രണ്ടാമത്തെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻ ആൻ ഇൻഡസ്ട്രി ഓർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഓർ എനി ഇൻഡസ്ട്രി ബൈ ഫെർമെന്റേഷൻ പ്രോസസ്സോ ഏതെങ്കിലും കെമിക്കൽ രീതിയിലുള്ള പ്രോസസ് ഒക്കെ ആയിക്കോട്ടെ, മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറയും. Then microbial biotechnology. If we are using the microorganism in biotechnology for different techniques like genetic engineering, recombinant DNA technology, ഇതിലൊക്കെ മൈക്രോ ഓർഗാനിസം നമ്മളൊരു ചില സമയത്ത് ഹോസ്റ്റ് സെല്ലായിട്ടായിരിക്കും എടുക്കുന്നുള്ളത്, ചില സമയത്ത് നമ്മൾ അതിന്റെ ജീൻ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പോർഷൻ ബയോ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്.
Then next one is food microbiology for the production of food and beverages. നമ്മളൊക്കെ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബീവറേജസ് അല്ലെങ്കിൽ വൈൻ പ്രൊഡ്യൂസ് ചെയ്യുക, ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അപ്പൊ അതൊക്കെ ഒരു ഫുഡ് ആൻഡ് ബീവറേജസ്, അതുപോലെ ചീസ്, എഗ് യോഗേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ടാണ്. Then agricultural microbiology. Sometimes we will prefer organics products എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സാധാരണ അഗ്രികൾച്ചറിന് ന്യൂട്രീഷൻ കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഫ്ലോറിനെ തന്നെ അഗ്രികൾച്ചറിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് അഗ്രികൾച്ചറൽ മൈക്രോബയോളജി എന്ന് പറയും. Then environmental microbiology. Sometimes this microorganism is used to treat waste product. ചില സാധനത്തിന് ഡീകമ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോബയോളജി ഈസ് ഓൾ ടുഗദർ ഈസ് നോൺ ആസ് അപ്ലൈഡ് മൈക്രോബയോളജി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബ്രാഞ്ചസ് ഓഫ് മൈക്രോബയോളജി. ഡിഫറെന്റ് ബ്രാഞ്ചസുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബേസിക് മൈക്രോബയോളജി ആൻഡ് അപ്ലൈഡ് മൈക്രോബയോളജി. Now there are some important terms which has to be noted during study of this microbiology topics. There are 4 I's. 4 I എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. I എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഉദ്ദേശിച്ചത്. So first one is inoculation. നമ്മൾ ഇനി എപ്പോഴും ഇങ്ങനെ കേൾക്കും ഈ ടേംസുകളൊക്കെ. Inoculation is the process of transfer of microbial culture to a sterile media using an inoculating loop. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വുഡൻ കൊണ്ടുള്ള ഷാഫ്റ്റ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു പ്ലാറ്റിനം വയർ ഉണ്ടാവും. ആ പ്ലാറ്റിനം വയർ കൊണ്ട് ചെറിയൊരു റൗണ്ട് ഉള്ള ഒരു ഷേപ്പ് ഓഫ് അങ്ങനെയുള്ള ചെറിയൊരു എക്യുപ്മെന്റ് ആണ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കൾച്ചർ എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് മൈക്രോബിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ആ കൾച്ചറിനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കൈകൊണ്ട് എടുത്ത് അപ്പുറത്തെ കൾച്ചർ മീഡിയത്തിൽ തൊടുക എന്നുള്ളതല്ല നമ്മളെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അസെപ്റ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അസെപ്റ്റിക് ലൂപ്പ് അല്ലെങ്കിൽ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, ആദ്യം ഫ്ലെയിമിൽ കാണിച്ച് സ്റ്റെറിലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അത് ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്യും. ഇനോക്കുലം എന്ന് പറഞ്ഞാൽ ഇനി കേൾക്കുക, ഇനോക്കുലേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെയാണ്. ഇനോക്കുലം എന്ന് ഇനി നമ്മൾ എവിടെ കേൾക്കുകയാണെങ്കിലും മനസ്സിലാക്കുക സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. നമുക്ക് തന്നിരിക്കുന്ന സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഇനോക്കുലം എന്ന് പറയാം. അപ്പൊ ഇനോക്കുലത്തിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഫ്രഷ് കൾച്ചർ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇനോക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. സെക്കൻഡ് വൺ ഈസ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില പറയുന്നുണ്ടാവും, if we are giving or if we have one mixed culture, it containing more than 2 or 3 type of microorganism, sometimes we have to isolate or we have to separate an individual microorganism from this group of microorganisms. That process is known as isolation technique to obtain pure culture. പ്യുവർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് സെൽസ് മാത്രമേ ആ കൾച്ചറിൽ ഉണ്ടാവൂ, ഒരു ടൈപ്പ് മൈക്രോ ഓർഗാനിസം മാത്രമേ ഉണ്ടാവൂ. So this is a technique to obtain pure culture from mixed culture. Next term is incubation. In order to increase or in order to promote the growth of microorganism in a given media or nutrient media, we have to give some suitable environment. That process is known as incubation. The process of providing proper environment condition for microbial growth. That is known as incubation. And finally, identification. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻക്യുബേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം നമ്മൾ ഉദ്ദേശിച്ചതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡിനെയാണ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈങ് മൈക്രോബ്സ് യൂസിങ് മൈക്രോസ്കോപ്പ്, സ്റ്റെയിനിങ് റിയേജന്റ് ഓർ കെമിക്കൽ ടെസ്റ്റ്, ബയോകെമിക്കൽ ടെസ്റ്റ്. So these are the different terms which are regularly used in microbiology. Now let's see some history of microbiology. ഇപ്പോൾ ഹിസ്റ്ററിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ പേരെടുത്തിട്ട് വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളെ പാറ്റേൺ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. വാട്ട് ജെന്നറിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എന്താണ് മൈക്രോബയോളജിയിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ ക്ലാസിഫൈ ദ ഹിസ്റ്ററി ഇൻ ടു പ്രീ ഡിസ്കവറി എറ, ഡിസ്കവറി എറ, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, golden era, germ theory of disease, chemotherapy and microbiology in 20th century. ഇങ്ങനെ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓരോ ഏരിയനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ ഡിസ്കവറിക്ക് അനുസരിച്ച്. നമുക്ക് പ്രീ ഡിസ്കവറി എറ, ഡിസ്കവറി എറ, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, ഗോൾഡൻ എറ, ജേം തിയറി ഓഫ് ഡിസീസ്,
Chemotherapy, Microbiology in 20th century. ഇങ്ങനെ നമുക്ക് ക്ലാസ് ചെയ്യാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രീ ഡിസ്കവറി എറ. അപ്പോൾ നമ്മൾ വിചാരിക്കും മൈക്രോബയോളജി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ് എന്നൊക്കെയാണ്. പക്ഷെ ഏതൊരു സയൻസിനെ പോലെ ഇതും ഓൾഡ് കാലത്ത് പ്രൂവ് ചെയ്യപ്പെടാത്ത കുറെ അസംഷൻസുകൾ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാർ. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രീ ഡിസ്കവറി എറാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഡ്യൂവാരെ ആൻഡ് കോളുവല്ലെ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകൾ ഫസ്റ്റ് സെഞ്ചുറി ബി സിയിൽ പറഞ്ഞിട്ടുള്ളതാണ് പോസ്റ്റുലേറ്റഡ്. Diseases were caused by some invisible being which is named as Animalia minuta, which are inhaled or ingested. അപ്പൊ അവർക്ക് അത്രയാ നോളജ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അത് ഐദർ ഇൻഹേൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻജസ്റ്റ് ചെയ്തിട്ടോ ബോഡിയിലോട്ട് കയറുന്ന സമയത്താണ് ഡിസീസ് കോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ ഡി വാരോ ആൻഡ് കോളുമല്ല എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞു. രണ്ടാമതായിട്ട് റോജർ ബക്കോൺ എന്ന് പറയുന്ന ആള് they developed the lens for the first time. നമുക്ക് ഒബ്ജക്റ്റ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള ആ ഒരു സിമ്പിൾ ലെൻസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റോജർ ബക്കോൺ എന്ന് പറയുന്ന ആളാണ്. ദെൻ ഫ്രാക്ടാസ്റ്റോറിയസ് ഓഫ് വെറോണ എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് കണ്ടേജിയം വേവം ഈസ് ദ പോസിബിൾ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞത്. ഈ അനിമാലിയ മൈന്യൂട്ടിനെ വേറൊരു പേര് പറഞ്ഞു വിളിച്ചതാണ് കണ്ടാജിയസ് വൈവം എന്ന് പറയുന്നത്. ഡിസീസ് കോസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കണ്ടാജിനസ് ആവാനുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദിസ് ഈസ് ദ പോസിബിൾ കോസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. ദെൻ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഡിസ്കവറി സ്റ്റാർട്ടഡ് ഫ്രം ദിസ്. They created the first microscope by Hans and സെക്കാരിയസ് ജാൻസൺ എന്ന് പറയുന്ന രണ്ട് ആൾക്കാരാണ് ആദ്യമായിട്ട് ഒരു സിമ്പിൾ ഏറ്റവും ചെറിയ മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. They were two Dutch spectacles makers. കണ്ണട ഉണ്ടാക്കുന്ന രണ്ട് വ്യാപാരികളും അവരുടെ കൂടെ അവരുടെ ഫാദർ ആൻഡ് സൺ കൂടിയിട്ടാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഹാൻസ് ആൻഡ് സെക്കറിയാസ് ജാൻസൺ എന്ന് പറയുന്ന ആൾക്കാർ ആദ്യമായിട്ടൊരു ഫസ്റ്റ് മൈക്രോസ്കോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് ഈ ആൾക്കാരുടെ പേര് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. So that is all about the pre-discovery era. Now let's see discovery era. ശരിക്കും മൈക്രോബയോളജിയുടെ ഒരു ഡെവലപ്മെന്റ് തുടങ്ങുന്നത് ഒരു മൈക്രോസ്കോപ്പിന്റെ ഡെവലപ്മെന്റിന് ശേഷമാണ്. അതുകൊണ്ടാണ് അതിനെ ഡിസ്കവറി മൈക്രോസ്കോപ്പ് ഡിസ്കവറി ചെയ്ത എറനെയാണ് സാധാരണ ഡിസ്കവറി എറ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അതിന് മേജറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് റോബർട്ട് ഹുക്ക്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളായിരിക്കും. ആദ്യമായി സെൽ എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തിട്ടുള്ള ലിറ്റിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഈ മൈക്രോസ്കോപ്പ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. 1665 ആദ്യമായിട്ട് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആണ് ആദ്യമായിട്ട് കോർക്ക് സ്ലൈസസ് ഓഫ് കോർക്കിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് സ്മോളസ്റ്റ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് വേർ ദ ലിറ്റിൽ ബോക്സസ് ഓർ സെൽസ് എന്ന് ആദ്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഹി ഈസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു കൺസ്ട്രക്റ്റഡ് എ സിംഗിൾ ലെൻസ് മൈക്രോസ്കോപ്പ്. And also he had studied different organisms like algae, fungi and protozoa, and he published some book and papers in with many illustration of previously unseen world of biological materials. So he was the first person who published about a microbiological organism like algae, fungi and protozoa. So ഈ ഒരു പേര് നിർബന്ധമായിട്ട് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് മറക്കാതെ മെൻഷൻ ചെയ്യേണ്ട ഒരു പേരാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ആന്റണി വോൺ ലിവൻ ഹോക്ക് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അറിയുന്ന ആളാണ്. ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് ബാക്ടീരിയോളജി, ഫാദർ ഓഫ് പ്രോട്ടോസോളജി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടിരിക്കുന്ന പേര് ആന്റണി വോൺ ലിവൻ ഹോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. So he constructed a microscope with 50 to 300 times magnifying power. Magnifying power is nothing but the capacity of a microscope or a magnifying tool to magnify an object this much times. ആ നമ്പർ എത്രയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത്ര ടൈംസ് ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So he observed some minute form of life in droplets of pond, rain and sea waters. He observed bacteria, algae, protozoa and fungi. And he published his letter by Royal Society of London. So these are the two different scientists who contributed in discovery era, Anthony von Leeuwenhoek and Robert Hooke. Now coming to next era, that is spontaneous generation theory.
അപ്പൊ ഇതൊരു അസംഷൻ ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിലും അല്ലെങ്കിൽ സ്കോറിറ്റിയോസും ഇങ്ങനെയുള്ള കുറച്ച് ഓൾഡ് ഫിലോസഫേഴ്സുകൾ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു അസംഷൻ ആയിട്ട് മാത്രമാണ് ആദ്യം അത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ഇവോൾവ്ഡ് ഓർ അറൈസ്ഡ് സ്പോണ്ടേനിയസ്ലി ഫ്രം എ നോൺ ലിവിങ് മാറ്റർ. ഭൂമിയിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസുകളും നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് പണ്ട് കാലങ്ങളിൽ ഫിലോസഫേഴ്സ് ആയിട്ട്, സയന്റിസ്റ്റുകളല്ല, ബാക്ടീരിയോളജിസ്റ്റുകളൊന്നും അല്ല, ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ അതിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും പല സ്റ്റഡീസുകളും നടത്തിയിട്ടുണ്ട്. ക്രിഷോസ് he find minute worms in bloods of plague victim and von Plensis he suggested each disease is caused by separate agents. ആദ്യമെല്ലാം പറഞ്ഞത് പിന്നെ കണ്ടാജിയസ് വൈവം എന്ന് പറയുന്ന ഓർഗാനിസമാണ് എല്ലാ ഡിസീസും ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, ഓരോ ഡിസീസും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് വേംസുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വോൺ പ്ലെൻസിസ് എന്ന് പറയുന്ന ആള് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ കുറിച്ച് കുറെ ആൾക്കാർ അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ അത് അതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു തിയറി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫ്രാൻസിസ്കോ റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ അതിനൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സംഗതി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ഫ്രാൻസിസ്കോ റെഡ്ഡി ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഓപ്പൺ കണ്ടെയ്നർ എടുത്തു, അതിൽ ഒരു ഇറച്ചി മട്ടൺ മീറ്റ് എടുത്തു, അത് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് നമ്മളെ മഗറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫ്ലൈസ്, നമ്മൾ ഈച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു സാധനം ആണ് ആദ്യമായിട്ട് ആ സാധനം വന്നതിന് ശേഷമാണ് അതിന്റെ മുകളിൽ ലാർവ പോലെയുള്ള ഒരു ലൈഫ് വരാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ആദ്യം ആ ഒരു എക്സ്പെരിമെന്റ്. അതിനുശേഷം അവര് ആ കണ്ടെയ്നറിനെ, മീറ്റ് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ടുള്ള കോർക്ക് കൊണ്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ കുറെ സമയം വെക്കുന്ന സമയത്ത് അങ്ങനെ there will be no formation of maggots in meats. Then he removed this cork and placed one എന്താ പറയാ ഒരു തുണി പോലെയുള്ള ഒരു സാധനം കൊണ്ട് കെട്ടിവെച്ചു. ആ സമയത്തും ഇതുപോലെ തന്നെ മീറ്റ്സിൽ പ്രത്യേകിച്ച് ലാർവ ഫോർമേഷൻസുകളോ മെഗറ്റ് ഫോർമേഷൻസുകളോ ഒന്നും ഉണ്ടായില്ല. ആ തുണിയുടെ മുകളിൽ ലാർവയുടെ പ്രസൻസ് കാണാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോ ഇത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ഇതൊരു നോൺ ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിൾ ആണ്. ഇതിന്റെ മുകളിൽ നിന്ന് നേരിട്ടൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവുന്നില്ല. ഒരു ഓൾറെഡി ബയോളജിക്കൽ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നാണ് ഒരു ബയോളജിക്കൽ ഓർഗാനിസം വരുന്നത്, മെഗറ്റ്സ് നിന്നാണ് ഈ ലാർവ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആ ഒരു ഫ്രാൻസിസ്കോ റെഡ്ഡിയുടെ സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ജോൺ നിദാം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരാള്, ഇവരും ഈ ഒരു സ്പോണ്ടേനിയസ് ജനറേഷനെ ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് ലൈഫ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന് ചെയ്തത് ഒരു ബ്രോത്ത്, ഒരു കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം ഉള്ള ഒരു സൊല്യൂഷൻ ആദ്യം അവരെന്ത് ചെയ്തു, അതിനെ ഹീറ്റ് ചെയ്തു. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബോയിൽ ആവുന്നത് വരെ അതിനെ ഹീറ്റ് ചെയ്തു. ദെൻ അതിനെ ഓപ്പൺ ചെയ്തു വെച്ചു. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൽ തണുത്തതിന് ശേഷം അതിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കണ്ടു എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റ്, ജോൺ നിദാം എന്ന് പറഞ്ഞിട്ടുള്ള ആള് ചെയ്ത എക്സ്പെരിമെന്റ്. അപ്പൊ ഇതിൽ അയാൾ അസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് കില്ല് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ അതിൽ ഓർഗാനിസംസുകൾ ഡെവലപ്പ് ആവുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജോൺ നിദാം എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ്, ഒരു ഐറിഷ് പ്രീസ്റ്റ് ആയിരുന്നു, അവര് പ്രപ്പോസ് ചെയ്തു. ഇതിനെ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് ലസാരോ സ്പെല്ലാൻസി എന്ന് പറയുന്ന ആള്. ഇവര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രാൻസിസ്കോ റെഡ്ഡി ചെയ്ത എക്സ്പെരിമെന്റും ചെയ്തു, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഫ്ലാസ്ക് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ഫ്രാൻസിസ്കോ റെഡ്ഡി അത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഗ്രോത്ത് കണ്ടത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെറിലൈസ് ചെയ്ത സാധനത്തിനെ ക്ലോസ് ചെയ്തും വെച്ചു. അപ്പൊ ക്ലോസ് ചെയ്ത് വെക്കാത്തതിൽ ഓർഗാനിസം ഗ്രോത്ത് കണ്ടു, ക്ലോസ് ചെയ്ത് വെച്ചാലും ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കണ്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് അവർ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ടാവുന്നില്ല, ഒരു എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ നിന്ന് വരുന്ന കണ്ടാമിനേഷൻ കൊണ്ടാണ് അതിൽ ഗ്രോത്ത് വരുന്നത് എന്നുള്ളതാണ് അതിൽ പ്രപ്പോസ് ചെയ്തത്. സോ ഹി ഈസ് ദ വൺ ഓഫ് ദ സയന്റിസ്റ്റ്, ഹി ഒപ്പോസ്ഡ് നിദാം വ്യൂസ് ആൻഡ് ഹി ഒപ്പോസ്ഡ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അബയോജെനോസിസ് എന്നാണ് സ്പോണ്ടേനിയസ് ജനറേഷന്റെ വേറൊരു പേര് എന്ന് പറയുന്നത്.
അപ്പോൾ അതാണ് സ്പെല്ലാൻസിയുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അതിനുശേഷമുള്ള എറയാണ് ഗോൾഡൻ എറ എന്ന് പറയുന്നത്. കുറെ അധികം കാര്യങ്ങൾ നടന്നിട്ടുള്ള എറയാണ് ഗോൾഡൻ എറ എന്ന് പറയുന്നത്. ഗോൾഡൻ എറയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് സയന്റിസ്റ്റ് ആണ് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത്. പേര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുന്ന, മൈക്രോബയോളജി കേൾക്കുന്ന സമയത്ത് ലൂയിസ് പാസ്ചർ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരാളാണ് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ലൂയിസ് പാസ്ചറും ഈ പറയുന്ന സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ അങ്ങനെ ഇല്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലാസ്ക്, ഒരു ബെൻഡഡ് ട്യൂബ് ഉള്ള ഫ്ലാസ്ക് ആണ് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മൈക്രോ ഓർഗാനിസം ആയിട്ട് ഉണ്ടാവുന്ന ആ ഒരു സൊല്യൂഷനെ ആദ്യം അവർ ഹീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ മൈക്രോ ഓർഗാനിസം ഈ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്, സൊല്യൂഷന്റെ കൂടെ മാത്രമേ അത് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കർവ്ഡ് ട്യൂബിന്റെ ഉള്ളിലൂടെ അങ്ങനെ തന്നെ വെക്കുന്ന സമയത്ത്, അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വെക്കുന്ന സമയത്ത് അതിൽ ഗ്രോത്ത് കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഈ ഒരു സാധനത്തിനെ ഒന്നല്ലെങ്കിൽ ഇതിന്റെ ഈ നെക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് പിടിക്കുന്ന സമയത്തോ ആ ട്യൂബിന്റെ അകത്ത് വന്നിരിക്കുന്ന മൈക്രോ ഓർഗാനിസം തിരിച്ച് ഈ സൊല്യൂഷനിലോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ഫ്ലാസ്കിലൊക്കെ ഓർഗാനിസത്തിനെ കണ്ടു എന്നുള്ളതാണ് ലൂയിസ് പാസ്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരിതിലും പറയുന്ന കാര്യം ഇതാണ്, സ്പോണ്ടേനിയസ് ജനറേഷൻ നടക്കുന്നില്ല, പക്ഷെ ഓൾറെഡി ലിവിങ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അസംഷനും. അപ്പൊ സ്പോണ്ടേനിയസ് ജനറേഷൻ, അതായത് നോൺ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ബയോളജിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടാവും എന്നുള്ള തിയറിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാൾ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ജോൺ നിദാം എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ബാക്കിയുള്ള ഫ്രാൻസിസ്കോ റെഡ്ഡി ആയാലും ലസാറോ സ്പെല്ലാൻസി ആയാലും ലൂയിസ് പാസ്ചർ ആയാലും ഈ ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഒപ്പോസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റുകളാണ്, മൈക്രോബയോളജിസ്റ്റുകളാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത് കുറെ അധികം മൈക്രോബയോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഹി വാസ് ദ വൺ ഹു എസ്റ്റാബ്ലിഷ് ദ ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ലൂയിസ് ഫെർമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. So he identified or he established that different types of fermentations were associated with different types of microorganisms. ഒരു മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്ത് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം വേണം എന്നുള്ളത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്ചർ ആണ്. And Louis Pasteur is a scientist who discovered a sterilization method which is known as pasteurization. നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും, പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്ന മിൽക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന പാക്കിന്റെ മുകളിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് എ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അപ്പൊ അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ഓർ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ് ഹീറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഓഫ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. So this is the one of the important sterilization method which is used in different industry, dairy industry as well as food processing industry. ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. മെത്തേഡ് ഈസ് ഹീറ്റിംഗ് at 63 degrees Celsius for 30 minutes or 72 degrees Celsius for 15 minutes. And also he introduced different sterilization techniques like steam sterilization, hot air oven and autoclave. He is the scientist who discovered this kind of sterilization methods. Steam sterilization, hot air oven and autoclave were discovered by or introduced by Louis Pasteur. It's not over yet. അയാളുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ കോൺട്രിബ്യൂഷൻസുകൾ ഉണ്ട്. He is the one who established that relationship between the microorganism and disease. Different micro അല്ലെങ്കിൽ different diseases are caused by different microbes. And he is the one who introduced the germ theory of disease. Diseases are caused by growth of microorganism in the body. ബോഡിയിൽ ചുമ്മാ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന, പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്ന കാര്യമായിരുന്നു, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ ബാഡ് ക്യാരക്ടർ ഉണ്ടായിരുന്ന സമയത്താണ് ഡിസീസ് വരുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ഓർഗാനിസം ബോഡിയിലോട്ട് വരുന്ന സമയത്താണ്, ജേംസ് എന്ന് പറയുന്ന സാധനം ബോഡിയിലോട്ട് വരുന്ന സമയത്താണ് ഡിസീസ് വരുന്നത് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതിന് ഫർദർ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള അടുത്ത സയന്റിസ്റ്റ് ആണ് റോബർട്ട് കോച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്.
he concluded different needs for different bacteria like aerobic and anaerobic bacteria. He discovered there are different type of bacteria. Some bacteria require aerobic condition which require oxygen for the growth of microorganism, and there are some microorganisms which do not need the microorganism or which may kill in presence of oxygen. Okay, oxygen presence in kill ചെയ്യുന്ന കുറച്ച് microorganism ഉണ്ടെന്നും oxygen presence grow ചെയ്യുന്ന microorganism ഉണ്ടെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. And he is the scientist who studied on anthrax, chickenpox, and cholera. And he is the scientist who developed a vaccine for hydrophobia or rabies. Rabies എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പേവിഷബാധ എന്ന് പറയുന്ന കണ്ടീഷൻസിനുള്ള വാക്സിൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റും കൂടിയാണ് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത്. So these are the different contributions of Louis Pasteur. Okay. അപ്പൊ ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത്. ഗോൾഡൻ എറ ഇത്രയും സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും ഡിസ്കവറീസുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് ലൂയിസ് പാസ്ചർ എന്ന് പറയുന്നത്. ആൻഡ് അനദർ സയന്റിസ്റ്റ് ഹു കോൺട്രിബ്യൂട്ടഡ് ഇൻ ഗോൾഡൻ എറ ഇസ് ജോൺ ടിൻഡൽ. He identified or discovered heat resistant bacterial structure which is known as endospore. അപ്പോൾ ബാക്ടീരിയക്ക് രണ്ട് രീതിയിലുള്ള ഫോംസുകൾ ഉണ്ട് എന്നുള്ളതും, ഒന്ന് അതിന്റെ വെജിറ്റേറ്റീവ് ഫോം ആണ്. വെജിറ്റേറ്റീവ് ഫോംസ് എന്ന് പറയുന്നത് ബാക്ടീരിയന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണെന്നും, രണ്ടാമത്തത് നോൺ വെജിറ്റേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ എൻഡോസ്പോറുകളാണ് എന്നുള്ളതും. എൻഡോസ്പോറുകളാണ് ബാക്ടീരിയക്ക് റെസിസ്റ്റൻസ് കണ്ടീഷൻ, ഹാർഷ് കണ്ടീഷൻസുകൾ വരുമ്പോൾ, ടെമ്പറേച്ചറുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽസിന്റെ പ്രസൻസിലൊക്കെ ആ കെമിക്കലിനോടൊക്കെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഫോമാണ് എൻഡോസ്പോർ എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആളാണ് ജോൺ ടിൻഡൽ എന്ന് പറയുന്നത്. And also he discovered a sterilization method to treat the endospore also. That method is known as Tyndallization എന്ന് പറയുന്ന പ്രോസസ്. നിങ്ങൾ ഫിസിക്കൽ ഫാർമസിയിൽ വേറൊരു ടിൻഡലൈസേഷൻ പഠിക്കും, അതും ഇതും കൂടി കമ്പൈൻ ചെയ്യരുത്. ലൈറ്റിന്റെ പാത്തിന് ഒരു ടിൻഡൽ എഫക്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്, അതല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് എ ടിൻഡലൈസേഷൻ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെ ഇന്റർമിറ്റന്റ് ആയിട്ട് ഹീറ്റും കൂളും ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻഡോസ്പോറിനെയും കൂടി കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഇഫ് റിപ്പീറ്റഡ് 5 times ക്യാൻ കിൽ ദ എൻഡോസ്പോർ. മോർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട സൊല്യൂഷനെ ആദ്യം ഹീറ്റ് ചെയ്യുക, then തണുപ്പിക്കുക, വീണ്ടും ഹീറ്റ് ചെയ്യുക, വീണ്ടും തണുപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളത് ജോൺ ടിൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ജേം തിയറി. അടുത്ത റേലോട്ട് വരുന്ന സമയത്ത് നേരത്തെ ലൂയിസ് പാസ്ചർ പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജേം തിയറി എന്ന് പറയുന്ന തിയറി വിച്ച് സേസ് ദാറ്റ് ദ മൈക്രോ ഓർഗാനിസം നോൺ ആസ് പാത്തോജൻസ് ഓർ ജേംസ് ക്യാൻ ലീഡ് ടു ദ ഡിസീസ്. അതാണ് ജേം തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസം വിച്ച് ഇസ് നോൺ ആസ് പാത്തോജൻസ് ഓർ ജേംസ് ക്യാൻ ലീഡ് ടു ഡിസീസസ്. And he experimentally proved the germ theory of disease, which is known as Koch postulates. കോച്ചിന്റെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന 4 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കോച്ച് ചെയ്തത് ഒരു ഡിസീസ് ഉള്ള ആളെ ബ്ലഡ് എടുത്തു, ആ ബ്ലഡിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കി. ഓക്കെ, എന്നിട്ട് ആള് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ദ കോസേറ്റീവ് ഓർ എറ്റോളജിക്കൽ ഏജന്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഓൾ അഫക്റ്റഡ് പേഷ്യന്റ്. ഏതൊക്കെ ഡിസീസ് ഉള്ള ആൾക്കാരുണ്ടോ ആ ഡിസീസ് ഉള്ള ആൾക്കാരിലൊക്കെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗാനിസം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഡിസീസ് ഇല്ലാത്ത ആൾക്കാരിൽ ഈ ഓർഗാനിസം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഈസ് ഏജന്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ബീയിങ് ഐസൊലേറ്റഡ് ആൻഡ് കൾച്ചർ ഇൻ ദ ഫോം. ഇങ്ങനെ ഡിസീസ് ഉള്ള ആൾക്കാരെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്ത് അതിന്റെ ഏജന്റ് ഏതാണെന്ന് പ്യുവർ ഫോമിൽ കൾച്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ജേംസ് എന്ന് പറയുന്ന സാധനം. നൗ തേർഡ് പോസ്റ്റുലേറ്റ് ആയിട്ട് ഇയാൾ ചെയ്തത്, ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ജേംസിനെ വേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യന്റിനോട്ട് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് ആ പേഷ്യന്റിനും അത് ഡിസീസ് കോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് അതിന് ജേം എന്ന് പറയുള്ളൂ എന്നുള്ളതാണ്. When isolated culture agent is introduced to a healthy individual, the same disease must occur in an healthy individual. And finally, we postulate the same causative agent must be isolated again from the affected host. വീണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ള പേഷ്യന്റിന്റെ മുകളിൽ, ആ ഡിസീസ് ഉണ്ടായിട്ടുള്ള പേഷ്യന്റിന്റെ മുകളിൽ എന്ത് കൊടുത്തപ്പോഴാണോ ഡിസീസ് ഉണ്ടായിട്ടുള്ള പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ മുകളിൽ നിന്ന് വീണ്ടും സാമ്പിൾ എടുത്ത് നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കിട്ടിയ ജേംസും ഇപ്പോ ഇയാളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ജേംസും സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ദീസ് ആർ ദ 4 പോസ്റ്റുലേറ്റ്സ് ഓഫ് കോച്ച്. അപ്പൊ ആളാണ് ജേം തിയറിനെ
എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നെങ്കിൽ കൂടി ഹെൽത്തി ആയിട്ടുള്ള പേഷ്യന്റിന്റെ മുകളിലൊക്കെ ഇൻജക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ് എങ്കിൽ കൂടി അത് ആദ്യമായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തത് പ്രൂവ് ചെയ്തത് റോബർട്ട് ഹുക്ക് ആണ്. ആൻഡ് ആൾസോ ഹി സ്റ്റഡിഡ് ഓൺ ആന്ത്രാക്സ് ബാസിലസ്, tuberculosis and Vibrio cholerae on different times. So this is the contribution of Robert Koch on germ theory. Then next era is chemotherapy. ഈ ഒരു എറയിലാണ് മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽസുകളൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തു. ദാറ്റ് ഈസ് ദ കീമോതെറാപ്പി എറ. The important scientist who contributed in this era is Edward Jenner. അപ്പൊ എഡ്വാർഡ് ജെന്നർ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. ആദ്യമായിട്ട് ഒരു വാക്സിൻ പ്രോസസ് ഒക്കെ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. വാക്സിൻ പ്രോസസ്സിനെയാണ് പറഞ്ഞത്, വാക്സിൻ അല്ല, വാക്സിൻ പ്രോസസ്സിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. He proved that by inoculating first from cowpox lesion into an individual to be immunized to protect them against smallpox, they will protect against the smallpox by producing antibodies in the healthy individual who has to be immunized. So, ആർക്കാണോ immunization കിട്ടേണ്ടത് അവരുടെ ബോഡിയിലോട്ട് ഓൾറെഡി കൗപോസ് ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ ബ്ലഡ് എടുത്ത് അല്ലെങ്കിൽ പസ് എടുത്ത് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് കൗപോക്സ് ലീഷൻ അല്ലെങ്കിൽ കൗപോസ് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് വാക്സിനേഷൻ. ആന്റിജനെ എടുത്ത് ഒരാളുടെ ബോഡിയിലോട്ട് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ഇസ് ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ പ്രോസസ് ഓഫ് vaccination, Edward Jenner. Next one is Joseph Lister. He is known as father of antiseptic surgery. ആദ്യകാലങ്ങളിൽ സർജറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇൻഫെക്ഷൻ വന്ന് ഡെഡ് ആവുക എന്നുള്ള ഒരു കണ്ടീഷൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സർജറി ചെയ്ത മുറിവുകൾ പഴുത്തു വന്ന് അത് മുറിവ് ഉണങ്ങാത്ത രീതിയിൽ വന്ന് ഡെഡ് ആവുക എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ജോസഫ് ലിസ്റ്റർ എന്ന് പറയുന്ന ആള് എഫക്റ്റീവ് ആയിട്ട് ആന്റി മൈക്രോബിയൽ ഏജൻസുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സർജറിയുടെ പ്രോസസ്സിനെ കൂട്ടി ആന്റിസെപ്റ്റിക് പ്രോസസ്സുകളൊക്കെ ഇൻവോൾവ് ചെയ്ത് സർജറി സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ജോസഫ് ലിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് പോൾ എൻറിച്ച്. പോൾ എൻറിച്ച് ആണ് ആദ്യമായിട്ട് ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക് എന്നുള്ള ഒരു ടേം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാജിക് ബുള്ളറ്റ് എന്നായിരുന്നു ആദ്യം ആ കാലത്ത് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മാജിക് ബുള്ളറ്റ്. He has awarded with the Nobel Prize in Physiology and Medicine in 1908. He worked on chemotherapy. Chemotherapy is nothing but the branch of pharmacology which deals with the agents which will inhibit the growth of microorganisms. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടേം മാജിക് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തിട്ടുള്ള ആളാണ് പോൾ എൻറിച്ച് എന്ന് പറയുന്നത്. He was very interested in antimicrobial activity of some dyes which are used as a coloring agent. ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്ന മെഥിലിൻ ബ്ലൂ ഒക്കെ മലേറിയ പാരസൈറ്റിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പോൾ എൻറിച്ച് എന്ന് പറയുന്നത്. He has worked in emerging field of serum therapy, antitoxin and chemotherapeutic agent. So that is the role of Paul Enrich in chemotherapy. Next one is Alexander Fleming. എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. ഒരു ആന്റിമൈക്രോബിയൽ ഏജന്റ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആളാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. He was working on an staphylococcus growth and which was inhibited by some molds. ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാരണം അയാൾ ബാക്ടീരിയൽ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ടീരിയന്റെ ഒരു ഏരിയയിൽ ഫംഗൽ ഗ്രോത്ത് ഉണ്ടായപ്പോൾ ആ ഫംഗൽ ഗ്രോത്തിന്റെ ചുറ്റും ഒരു ക്ലിയർ ആയിട്ടുള്ള ഏരിയ കണ്ടു. അത്രയും ഏരിയയിൽ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തു എന്നുള്ളത് ഡിസ്കവറി ചെയ്യുകയും ഈ മോൾഡ് സം കൈൻഡ് ഓഫ് പെൻസിലിൻ സം കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് വാസ് റിലീസ്. Later he was discovered that this substance is known as penicillin and the mold or fungus was known as penicillin notatum. ആ പെൻസിലിൻ നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ് ആണ് ഈ ഒരു ഗ്രോത്ത് മോൾഡിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിയെന്നുള്ളതും
ആ ഫംഗസിന്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള സമയത്ത് ഫംഗസ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് പെൻസിലിൻ എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ പെൻസിലിൻ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഡിസ്കവർ ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ആൻഡ് സെറൻഡിപിറ്റി. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വേറൊരു കാര്യം എക്സ്പെരിമെന്റ് നടക്കുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റൽ ആയിട്ട് കണ്ടുപിടിച്ച സംഗതിയാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻ കീമോതെറാപ്പി. Now some more histories, like Agostino Bassi discovered Muscardian diseases of silkworm caused by fungus. Then Darwin and Pollard found anthrax bacillus in blood of animal dying with anthrax disease. Hansen found leprosy bacillus. Leofer found diphtheria bacillus. Oxten found staphylococcus. Rox and Erskine discovered diphtheria toxin. Ruska introduced the electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറിയോട് കൂടി പിന്നെ ഫർദർ കൂടുതൽ കാര്യങ്ങൾ ഡെവലപ്പ് ആകാൻ തുടങ്ങി. കാരണം റിസൊല്യൂഷൻ പവർ, മാഗ്നിഫൈയിങ് പവർ ഒക്കെ കൂടുതലുള്ള ഒരു മൈക്രോസ്കോപ്പാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദർ ആർ സം ഡിസ്കവറീസ് ഇൻ 20th century. 20th century ആയപ്പോഴേക്കും വല്ലാണ്ട് ഡെവലപ്പായി. അവിടെ മൈക്രോ ഓർഗാനിസത്തിനെ വിട്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ ന്യൂ ആയിട്ടുള്ള അതിന്റെ ബെറ്റർ ഡ്രഗ് ടാർജറ്റ്സുകൾ ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആന്റിബയോട്ടിക്സുകൾ ഏതൊക്കെയാണ്, അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആന്റി വൈറൽ ഏജൻസുകൾ ഏതൊക്കെയാണ്, ആന്റി ഫംഗൽ ഏജൻസുകളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചായി ഡിസ്കവറി. ആദ്യം വരെ നമ്മൾ ബാക്ടീരിയ എന്താണ് അല്ലെങ്കിൽ ഓർഗാനിസം ഏതാണെന്നൊക്കെ സ്റ്റഡി ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇനി ഓർഗാനിസത്തിന്റെ അകത്ത് ഏത് സൈറ്റിൽ ഡ്രഗ് ആക്ട് ചെയ്യുമ്പോഴാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്, അതിന്റെ പാത്വേ എന്തൊക്കെയാണ്, ഏതാണ് അതിന്റെ കൂടുതൽ ടാർജറ്റ്, ന്യൂ ടാർജറ്റ് ആൻഡ് ബെറ്റർ ടാർജറ്റ്സ് ഏതുകളൊക്കെയാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. Then novel vaccine development were discovered. ആദ്യകാലങ്ങളിൽ ഓർഗാനിസം ആസച്ച് ആയിരുന്നു വാക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോടെക്നോളജിക്കൽ മെത്തേഡും ടിഷ്യൂ കൾച്ചർ മെത്തേഡും ഒക്കെ ആയി മാറി. Then exploring the reason for spread of antimicrobial resistance. ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്കിനോടൊക്കെ ഒരുവിധം ആന്റിബയോട്ടിക്സുകളൊക്കെ എതിരെ ഓർഗാനിസംസുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. So this is a chart which showing different development of antibiotics: sulfonamide, streptomycin, chloramphenicol, tetracycline, erythromycin, vancomycin. ഇങ്ങനെയുള്ള 2005 വരെയുള്ളതിന്റെ ഒരു ചാർട്ടാണ് ഇത്. ഡെവലപ്മെന്റിന്റെ ഒരു ചാർട്ടാണ്. ഇതേ സൾഫണമൈഡ് 1930 ഡിസ്കവറി ചെയ്തിട്ടുള്ള സൾഫണമൈഡ് 1940 ആകുമ്പോഴേക്കും അത് റെസിസ്റ്റന്റ് ആയി. ഉള്ള ഓർഗാനിസം ഒക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് ഇല്ലാത്ത രീതിയിലായിപ്പോയി. മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതിനോട് റെസിസ്റ്റന്റ് ആയിട്ട് മാറി. ക്ലോറാംഫെനിക്കോൾ ആണെങ്കിൽ 1945 ഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ്. 1960 ആകുമ്പോഴേക്കും അതിനെ റെസിസ്റ്റന്റ് ആയി. ആംബിസിലിൻ 1960, 1975 ആകുമ്പോഴേക്കും റെസിസ്റ്റന്റ് ആയി. അപ്പൊ ഓരോ ആന്റിബയോട്ടിക്കും റെസിസ്റ്റന്റ് ആവാനുള്ള റീസൺ എന്താണ് എന്നുള്ളതൊക്കെ സ്റ്റഡി നടത്താൻ തുടങ്ങി. ഇനി ഫ്യൂച്ചറിലുള്ള സ്റ്റഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മോർബിഡിറ്റി കാണിക്കുന്ന പല ഡിസീസസുകളും ഹാർട്ട് ഫെയിലിയറും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി അതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാവാൻ പോകുന്നത് ഇൻഫെക്ഷൻ കാരണമാണ് എന്നുള്ളതാണ്. കാരണം വരും കാലങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്കിനോടൊക്കെ എതിരെ മൈക്രോ ഓർഗാനിസംസുകൾ റെസിസ്റ്റ് ആവും എന്നുള്ളതും ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ ഇൻഫെക്ഷൻ കൂടി ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കിനോടൊക്കെ ഓർഗാനിസംസുകൾ റെസിസ്റ്റന്റ് ആയി മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാവാൻ പോകുന്നത് ഈ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രോബ്ലം കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു ഫാർമസി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് എന്നുള്ളത് ഒരു കാരണവശാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എടുക്കാൻ പാടില്ലാത്ത ഒരു ഡ്രഗാണ്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കേണ്ട ഡ്രഗാണ്. സാധാരണഗതിയിൽ ഒരു പനിയും തൊണ്ടവേദനയും വരുമ്പോഴേക്കും നേരെ പോയി അമോക്സിലിൻ അല്ലെങ്കിൽ മോക്സ് ക്ലൗ എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കാറുണ്ട്. കഴിക്കുന്നത് കൊള്ളാം, അതിന്റെ കോഴ്സ് മിനിമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അമോക്സിലിൻ അല്ലെങ്കിൽ മോക്സ് 500 എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ആണ്, ക്യാപ്സ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മിനിമം ഡോസ് എന്ന് പറയുന്നത് TID എന്ന് പറഞ്ഞാൽ ത്രൈസ് ഇൻ ഡേ ഫോർ മിനിമം 3 days അപ് ടു 7 days എന്നുള്ളതാണ്. 3 ദിവസം 3 നേരം വീതം കഴിച്ച് മാറിയിട്ടില്ലെങ്കിൽ 5 ദിവസത്തേക്ക് കഴിക്കണം. അത് മാറിയില്ലെങ്കിൽ 7 ദിവസം വരെ കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ ഡോസ്. ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ദിവസം കഴിക്കുമ്പോൾ നിങ്ങളെ ബോഡിയിൽ ചിലപ്പോൾ സിംറ്റംസ് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. നിങ്ങളെ ബോഡിയിൽ നിന്ന് ആ മൈക്രോ ഓർഗാനിസം അടുത്തൊരാൾക്ക് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അടുത്ത ആൾ ഈ ഡ്രഗ് കഴിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ആ ഡ്രഗിനോട് ഓൾറെഡി ആ മൈക്രോ ഓർഗാനിസം റെസിസ്റ്റന്റ് ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അടുത്ത പേഷ്യന്റ് മോക്സ്ക്ലാവ് എടുത്ത് കഴിക്കുമ്പോൾ അയാൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല, അതിനോട് റെസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ ആന്റിബയോട്ടിക്കിനും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് ഒരു വീട്ടിലോട്ട് മാറും, വീട്ടിലെ മെമ്പേഴ്സിലോട്ട് എത്തും, അതൊരു പഞ്ചായത്തിലാവാം, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ മൊത്തത്തിൽ ഒരു കൺട്രി മൊത്തം വരെ ആ റെസിസ്റ്റൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആസ് എ ഫാർമസി സ്റ്റുഡന്റ് യു ഷുഡ് അവെയർ ആൻഡ് ഷുഡ് അഡ്വൈസ് അതേഴ്സ് ടു ടേക്ക് ദ ആന്റിബയോട്ടിക് അപ് ടു ദ ഫുൾ കോഴ്സ്. ആ ഫുൾ കോഴ്സ് കഴിയുന്നത് വരെ നിർബന്ധമായിട്ടും കഴിക്കണം എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം, നിങ്ങൾ ബാക്കിയുള്ള അഡ്വൈസ് ചെയ്യും വേണം. So that's all about the definition, branches and history of microbiology. അപ്പൊ ഇതിൽ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ പുതിയ പാറ്റേൺ പ്രകാരം 2 മാർക്കിന് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. പഴയ പാറ്റേൺ പ്രകാരം ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി എന്ന് പറഞ്ഞ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും കണ്ടിട്ടുള്ളതാണ്. സെമസ്റ്ററിന് ശേഷം ആ എസ്എ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, പക്ഷെ ഈ ഒരു ടൈപ്പ് എഡ്വാർഡ് ജെന്നറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. താങ്ക് യു.